വെൽക്കം ടു ASB അക്കാഡമി. ഞാൻ ജയൻ, എക്കണോമിക് ഫാക്കൽറ്റിയാണ്. പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എക്കണോമിക്സിൽ സ്ഥിരം PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം, അതായത് സെബി എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സ്ഥിരം PSC പരീക്ഷകളിൽ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കുറേ ചോദ്യങ്ങൾ, സെബിയുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ, കുറേ എന്ന് പറയുമ്പോൾ ഒരു 3-4 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഫാക്റ്റുമാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം സെബിയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ രൂപീകൃതമായ വർഷം അല്ലെങ്കിൽ സ്ഥാപിതമായ വർഷം ഏതാണെന്നാണ് ചോദ്യം. അപ്പം അതിനകത്ത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 1982 കൊടുത്തിട്ടുണ്ട്, 1988 കൊടുത്തിട്ടുണ്ട്, 1981 കൊടുത്തിട്ടുണ്ട്, 1986 കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ഉത്തരം 1988 ആണ്. മാസം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഏപ്രിൽ 12. അപ്പോൾ 1988 ഏപ്രിൽ 12 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബി എന്ന സ്ഥാപനം രൂപീകൃതമായത്. ഒന്നുകൂടെ നോട്ട് ചെയ്യുക, 1988 ഏപ്രിൽ 12. അഡീഷണൽ പോയിന്റുകൾ നിങ്ങൾ കുറിച്ചു വെക്കുക. അപ്പം 1988 ഏപ്രിൽ 12 സെബി രൂപീകൃതമായത്. അപ്പോൾ എന്താണ് ഈ സെബി എന്ന് പറയുമ്പോൾ, സെബിയുടെ ആദ്യമായി നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ പൂർണ്ണ രൂപമാണ്, ദി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ദി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബിയുടെ പൂർണ്ണ രൂപം, അല്ലേ? അപ്പോൾ എന്താണ് സെബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റുകൾ, അതായത് ഓഹരി വിപണികളെയും മൂലധന വിപണികൾ, അതിന് ഇംഗ്ലീഷാണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയും, അല്ലേ? അപ്പം ഷെയർ മാർക്കറ്റുകളെയും അല്ലെങ്കിൽ ഓഹരി വിപണികളെയും മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റുകളെയും നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി 1988 ഏപ്രിൽ 12 രൂപീകൃതമായ സ്ഥാപനമാണ് ഏത്, സെബി. ഇപ്പൊ സെബിയുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയിലെ ഓഹരി വിപണിയെയും അതേപോലെ തന്നെ മൂലധന വിപണിയെയും നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി 1988 ഏപ്രിൽ 12 രൂപീകൃതമായ സ്ഥാപനമാണ് ഏത്, സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പം ഒരു ചോദ്യം നമ്മൾ പഠിച്ചു, സെബി രൂപീകൃതമായ വർഷം 1988 ഏപ്രിൽ 12. എന്താണ് സെബിയുടെ ലക്ഷ്യം? ഇന്ത്യയിലെ ഓഹരി വിപണിയെയും അതേപോലെ തന്നെ മൂലധന വിപണിയെയും നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്, സെബി, അല്ലെ? അപ്പം സെബിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഈ സെബിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, അതിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടിയ വർഷം ചോദിച്ചിട്ടുണ്ട്. അത് 1992 ജനുവരി 30. അപ്പോൾ 2 വർഷം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സെബി രൂപം കൊണ്ട വർഷം, രണ്ടാമതായിട്ട് സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി അല്ലെങ്കിൽ നിയമപരമായ ഒരു പദവി കിട്ടിയ വർഷം. സ്റ്റാറ്റ്യൂട്ടറി എന്ന് വെച്ചാൽ നിയമപരമായ ഒരു പദവി കിട്ടിയ വർഷം, അതെന്നാണ്? 1992 ജനുവരി 30. ഇപ്പോൾ 2 ചോദ്യങ്ങൾ പഠിച്ചു. സെബി രൂപീകൃതമായ വർഷം 1988 ഏപ്രിൽ 12, അല്ലേ? സെബിക്ക് നിയമപരമായ പദവി കിട്ടിയ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് പദവി കിട്ടിയ വർഷം 1992 ജനുവരി 30 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ സെബിയെ കുറിച്ച് പറയുമ്പോൾ സെബിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ, അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ മൂലധന വിപണിയുടെ വാച്ച് ഡോഗ്. എന്താണ് ഈ വാച്ച് ഡോഗ് എന്ന് വെച്ചാൽ? കാവൽ നായ്, അല്ലെ? അല്ലെങ്കിൽ കാവൽക്കാരൻ. ഇപ്പൊ ഇന്ത്യൻ മൂലധന വിപണിയുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥാപനമാണെന്ന് ചോദിച്ചാൽ അത് സെബിയാണ്. ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ മൂലധന വിപണിയുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ കാവൽ നായ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെബിയാണ്, അല്ലെ? വാച്ച് ഡോഗ് ഓഫ് ദി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് നമ്മുടെ സെബിയാണ്. സെബിയുടെ പൂർണ്ണരൂപം എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഈ സെബി എന്ന് പറയുന്ന സ്ഥാപനം രൂപീകൃതമായത് GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക, GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് രൂപീകൃതമായത്? സെബി രൂപീകൃതമായി. ഇപ്പം നമ്മൾ സെബി എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ, അഡീഷണൽ പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സെബി എന്ന് പറഞ്ഞാൽ? ഇന്ത്യയിലെ ഓഹരി വിപണികളെയും അതേപോലെ തന്നെ മൂലധന വിപണിയെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി രൂപം കൊണ്ട സ്ഥാപനമാണ് സെബി. സെബിയുടെ പൂർണ്ണരൂപം എന്താണ്? ദി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ദി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ
എന്നാണ് സെബിയുടെ പൂർണ്ണരൂപം. സെബി സ്ഥാപിതമായത് 1988 ഏപ്രിൽ 12-നാണ്. എന്നാൽ അതിന് സ്റ്റാറ്റ്യൂട്ടറി പദവി, നിയമപരമായ ഒരു പദവി കിട്ടിയത് ഏത് വർഷമാണ്? 1992 ജനുവരി 30-നാണ്. GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം രൂപീകൃതമായത്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി മറ്റൊരു PSC ചോദിച്ച സെബിയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് സെബി രൂപീകൃതമായത്? അല്ലെ, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് സെബി രൂപീകൃതമായെന്ന് ചോദിച്ചാൽ അത് 4 ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. 5ാം പഞ്ചവത്സര പദ്ധതിയുണ്ട്, 6ാം പഞ്ചവത്സര പദ്ധതിയുണ്ട്, 7ാം പഞ്ചവത്സര പദ്ധതിയുണ്ട്, 8ാം പഞ്ചവത്സര പദ്ധതിയുണ്ട്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 7ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 7 എന്ന് പറയുമ്പോൾ 1985-90. അപ്പൊ 1985-1990 ഇതാണ് 7ാം പഞ്ചവത്സര പദ്ധതി കാലം. ഈ 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സെബി, ദി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം രൂപീകൃതമായത്. അപ്പൊ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തെന്ന് ചോദിച്ചാൽ അത് 7ാം പഞ്ചവത്സര പദ്ധതി എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. അല്ലെ, എന്നാണ് സെബി രൂപീകൃതമായത്? 1988 ഏപ്രിൽ 12-നാണ്. അതിന് സ്റ്റാറ്റ്യൂട്ടറി പദവി അല്ലെങ്കിൽ നിയമപരമായ പദവി കിട്ടിയത് ഏത് വർഷമാണ്? 1992 ജനുവരി 30-നാണ്. ഓക്കെ, അപ്പം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് സെബി രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് ആൻസർ? ഇത് 7ാം പഞ്ചവത്സര പദ്ധതി കാലമെന്ന് ഓർത്തിരിക്കുക. അപ്പൊ 2 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ സെബിയുടെ ഭാഗത്തു നിന്ന് PSC ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, സെബിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? സെബിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? അല്ലെ, അപ്പൊ അവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അജയ് ത്യാഗി കൊടുത്തിട്ടുണ്ട്, SA ഡാവെ കൊടുത്തിട്ടുണ്ട്, മാധവി പുരി ബച്ച് കൊടുത്തിട്ടുണ്ട്, ഇവരാരുമല്ല എന്നൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പം സെബിയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ SA ഡാവെയാണ്. അല്ലെ, ഡോക്ടർ SA ഡാവെയാണ് സെബിയുടെ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ. മറക്കരുത്, SA ഡാവെയാണ്. അല്ലെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദിക്കും ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇപ്പോഴത്തെ സെബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് തുഹിൻ കാന്ത പാണ്ഡെയാണ്. അദ്ദേഹം 11ാമത്തെ ചെയർമാനാണ്. ഇപ്പൊ സെബിയുടെ 11ാമത്തെ ചെയർമാനാണ് നിലവിലുള്ള സെബിയുടെ ചെയർമാനാണ് ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ എന്നാണ്. ഇപ്പൊ സെബിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? SA ഡാവെയാണ്, ഡോക്ടർ SA ഡാവെയാണ്. എന്നാൽ നിലവിലുള്ള സെബിയുടെ ചെയർമാൻ, നിലവിലുള്ള ആള് 11ാമത്തെ വ്യക്തിയാണ്. അദ്ദേഹം ഒഡീഷക്കാരനാണ്, നമ്മുടെ പഴയ ഒറീസ. അപ്പൊ ഒഡീഷക്കാരനായ തുഹിൻ കാന്ത പാണ്ഡെയാണ് സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. അദ്ദേഹം 11ാമത്തെ ചെയർമാനാണ്. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്, തൊട്ട് മുന്നേ ആരായിരുന്നു? കാരണം 10ാമത്തെ സെബി ചെയർമാൻ അതിനകത്ത് ഓപ്ഷനകത്ത് കിടപ്പുണ്ട്. മാധവി പുരി ബച്ചാണ് 10ാമത്തെ സെബിയുടെ ചെയർമാൻ, മാധവി പുരി ബച്ച്. ഈ മാധവി പുരി ബച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. സെബിയുടെ ചെയർമാൻ പദവി വഹിച്ച ആദ്യ വനിത. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് SA ഡാവെ തൊട്ട് തുഹിൻ കാന്ത പാണ്ഡെ വരെയുള്ള 11 വ്യക്തികളെ നമ്മൾ പരിശോധിച്ചാൽ അതിനകത്ത് ഒരേ ഒരു വനിത. അപ്പം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബിയുടെ ചെയർമാൻ പദവി അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയ ഒരേ ഒരു വനിത, ഏക വനിത, ആദ്യ വനിത എന്ന് പറയുന്നതാണ് ആര്? മാധവി പുരി ബച്ച്. ഇപ്പം മാധവി പുരി ബച്ച് സെബിയുടെ 10ാമത്തെ ചെയർപേഴ്സൺ ആണ്. ഈ സെബിയുടെ ചെയർമാൻ പദവി വഹിച്ച ആദ്യത്തെ വനിതയും ഏക വനിതയും ആരാണ്? നമ്മുടെ മാധവി പുരി ബച്ചാണ്. അപ്പൊ സെബിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? SA ഡാവെ, ഡോക്ടർ SA ഡാവെയാണ്. ഇപ്പോഴത്തത് തുഹിൻ കാന്ത പാണ്ഡെയാണ്. അദ്ദേഹം ഒഡീഷക്കാരനാണ്. 11ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ തൊട്ടു മുന്നേ 10ാമത്തെ വ്യക്തി ആരായിരുന്നു? മാധവി പുരി ബച്ച്. ഇപ്പൊ ഈ മാധവി പുരി ബച്ചിനുള്ള പ്രത്യേകത എന്താണ്? സെബിയുടെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാനായ ഏക വനിത അല്ലെങ്കിൽ ആദ്യ വനിതയെ നമുക്ക് ആരെ വിളിക്കാം? മാധവി പുരി ബച്ചിനെ വിളിക്കാം. അപ്പൊ നമ്മൾ 3 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്തു. ഒന്നാമതായിട്ട് സെബി രൂപം കൊണ്ട വർഷം 1988 ഏപ്രിൽ 12, അല്ലെ?
അപ്പൊ സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടിയ വർഷം 1992 ജനുവരി 30. ഓക്കെ, ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എന്ന് ചോദിച്ചാൽ GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി രൂപീകൃതമായത്, അല്ലെ? പിന്നെ നമ്മൾ പഠിച്ച രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം വന്നതെന്ന് പറഞ്ഞാൽ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് സെബി രൂപീകൃതമായത്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1985-90 ആണ്. 1985-90 ആണ്, അല്ലെ? അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന മൂന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ സെബിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്, അല്ലെ? ഇപ്പൊ സെബിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ SA ഡാവെയാണ്, അല്ലെ? ഡോക്ടർ SA ഡാവെയാണ്, അല്ലെ? എന്നാൽ നിലവിൽ ആരാണ് എന്ന് വെച്ചാൽ തുഹിൻ കാന്ത പാണ്ഡെ, അദ്ദേഹം 11ാമത്തെ വ്യക്തിയാണ്. അപ്പോൾ 10ാമത്തെ വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ 10ാമത്തെ വ്യക്തിയാണ് ഓപ്ഷനകത്ത് കാണുന്ന മൂന്നാമത്തെ വ്യക്തി, മാധവി പുരി ബച്ച്. എന്താണ് മാധവി പുരി ബച്ചിന്റെ പ്രത്യേകത? സെബിയുടെ ചെയർമാനായ ആദ്യത്തെ വനിത അല്ലെങ്കിൽ ഏക വനിത എന്ന് പറയുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മാധവി പുരി ബച്ച്, അല്ലെ? ഇനി ഇത് കഴിഞ്ഞ് വരുന്ന 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്ഥിരം ചോദിച്ചിട്ടുള്ള PSC സ്ഥിരമായി ചോദിച്ച ഒരു ചോദ്യമാണ്. സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ ആണ്. ഇവിടെയാണ് മുംബൈ ആണ് എന്തിന്റെ ആസ്ഥാനം? സെബിയുടെ ദി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്, മഹാരാഷ്ട്രയിലെ മുംബൈ ആണ്. എന്നാൽ ഈ മുംബൈ കൂടാതെ ഇതിന് 4 പ്രാദേശിക ഓഫീസുകൾ കൂടിയുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചോണം. അതായത് വടക്കൻ മേഖലയെ അതിൻ്റെ ആസ്ഥാനം ഡൽഹി, അതേപോലെ തന്നെ തെക്കൻ മേഖല അതിൻ്റെ ആസ്ഥാനം വരുന്നത് ചെന്നൈ, കിഴക്കൻ മേഖല ആസ്ഥാനം കൊൽക്കത്ത, അതേപോലെ പടിഞ്ഞാറൻ മേഖല ആസ്ഥാനം അഹമ്മദാബാദ്. അപ്പം മുംബൈയാണ് സെബിയുടെ മെയിൻ ആസ്ഥാനം. മുംബൈ കൂടാതെ 4 റീജിയണൽ ഹെഡ് ഓഫീസുകൾ കൂടി, പ്രാദേശിക ആസ്ഥാനങ്ങൾ കൂടി സെബിക്കുണ്ട്. ഏതൊക്കെയാണത്? ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത, അഹമ്മദാബാദ്. അപ്പൊ ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത. അപ്പൊ ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത, അഹമ്മദാബാദ്. ഡൽഹിയുടെ പ്രത്യേകത എന്താണ്? സെബിയുടെ ഉത്തരമേഖല ആസ്ഥാനമാണ് ഡൽഹി. അതേപോലെ തന്നെ സെബിയുടെ ദക്ഷിണ മേഖല ആസ്ഥാനമാണ് ചെന്നൈ. പൂർവ്വമേഖല ആസ്ഥാനം, കിഴക്കൻ മേഖല ആസ്ഥാനമാണ് കൊൽക്കത്ത. പടിഞ്ഞാറൻ മേഖല ആസ്ഥാനമാണ് അഹമ്മദാബാദ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതും PSC പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പം സെബിയുടെ ആസ്ഥാനം മുംബൈ ആണ്. എന്നാൽ മുംബൈ കൂടാതെ 4 പ്രാദേശിക ആസ്ഥാനങ്ങൾ കൂടി സെബിക്കുണ്ട്. ഏതൊക്കെയാണവ? ഒന്നെന്ന് പറയുന്നത് ഡൽഹി ഉത്തരമേഖല ആസ്ഥാനമാണ്, അല്ലെ? ഉത്തരമേഖല ആസ്ഥാനം. പിന്നെ ചെന്നൈ ദക്ഷിണ മേഖല ആസ്ഥാനമാണ്. പിന്നെ വരുന്നതാണ് കൊൽക്കത്ത പൂർവ്വമേഖല, അതായത് കിഴക്കൻ മേഖല ആസ്ഥാനമാണ്. പിന്നെ വരുന്നതാണ് അഹമ്മദാബാദ്. അത് എവിടെയാണ്? പശ്ചിമ മേഖല അല്ലെങ്കിൽ പടിഞ്ഞാറൻ മേഖല ആസ്ഥാനമാണ്. ഏതെന്ന് പറയുന്നത്? ഈ അഹമ്മദാബാദ്. അപ്പം മെയിൻ ഓഫീസ് മുംബൈ, അതുകൂടാതെ 4 പ്രാദേശിക ഓഫീസുകൾ കൂടി ആർക്കുണ്ട്? സെബിക്കുണ്ട്, അല്ലെ? ഓക്കെ, അപ്പം നമ്മൾ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ സെബിയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ രൂപീകൃതമായ വർഷം 1988 ഏപ്രിൽ 12 സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടിയ വർഷം 1992 ജനുവരി 30 അല്ലെ? ഈ ജനുവരി 30 സെബി ആക്ട് പാസ്സാക്കിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടിയതും സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടിയതും അല്ലെങ്കിൽ സെബി ആക്ട്, കാരണം പാർലമെന്റ് പാസ്സാക്കിയത്, പാർലമെന്റിന് അംഗീകാരം കിട്ടിയത് ഏത് വർഷമാണ്? 1992 ജനുവരി 30. ഇപ്പൊ സെബി ആക്ട് പാസ്സായതും സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി അല്ലെങ്കിൽ നിയമപരമായ ആ ഒരു പദവി കിട്ടിയതും ഒരേ വർഷമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 1992 ജനുവരി 30. ഓക്കെ, അപ്പം ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു. സെബി എന്ന് പറയുന്ന സ്ഥാപനത്തെ കൺട്രോൾ ചെയ്യുന്നത് 9 പേരടങ്ങുന്ന ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. പഠിച്ചോണം, സെബി എന്ന് പറയുന്ന സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നത് 9 പേരടങ്ങുന്ന ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതിൽ ഒന്ന് ചെയർമാൻ, അല്ലേ? ആരായിരിക്കും? ചെയർമാൻ ആണ്. ഇപ്പൊ ചെയർമാൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് 2 മെമ്പേഴ്സ് ഉണ്ട്. ആ 2 മെമ്പേഴ്സ് എന്ന് പറയുന്നത് മെമ്പേഴ്സ് ഫ്രം സെൻട്രൽ ഫിനാൻസ് മിനിസ്ട്രി, കേന്ദ്ര ധനകാര്യ വകുപ്പിൽ നിന്ന് 2 പേരുണ്ടായിരിക്കും. പിന്നെ RBIയിൽ നിന്നും 1 മെമ്പർ ഉണ്ടായിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ 5 മെമ്പേഴ്സ്, അതായത് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്ന 5 പേര്. അങ്ങനെ മൊത്തം 9 പേരടങ്ങുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് സെബി എന്ന് പറയുന്ന സ്ഥാപനത്തെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ആരൊക്കെ അതിനകത്ത്? ചെയർമാൻ ഉണ്ട്, പിന്നെയോ
സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ നിന്നും 2 അംഗങ്ങളുണ്ട്. RBIയിൽ നിന്നും 1 അംഗം. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന 5 പേര്. അങ്ങനെ മൊത്തം 9 പേരടങ്ങുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് സെബി എന്ന് പറയുന്ന സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിന്റെ ചെയർമാൻ അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചെയർമാനെ നിയമിക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ചെയർമാന്റെ കാലാവധി ഒന്ന് ഓർത്തിരിക്കുക, 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അപ്പൊ ഏതാണോ ആദ്യം അത് എടുക്കുക. അപ്പൊ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് സെബി ചെയർമാന്റെ കാലാവധി എന്ന് പറയുന്നത്. ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അപ്പം 9 പേരടങ്ങുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് സെബിയെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആരൊക്കെയുണ്ട്? ചെയർമാൻ ഉണ്ട്, പിന്നെ സെൻട്രൽ ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്നും 2 അംഗങ്ങളുണ്ട്, RBIയിൽ നിന്നും 1 അംഗം, പിന്നെ കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്ന 5 അംഗങ്ങൾ. അങ്ങനെ മൊത്തം 9 പേരടങ്ങുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് സെബിയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചെയർമാന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഏതാണോ ആദ്യം, സെൻട്രൽ ഗവൺമെന്റ് ആണ് സെബി ചെയർമാനെ നിയമിക്കുന്നത്. ആദ്യത്തെ സെബി ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ SA ഡാവെയാണ്. ഇപ്പോഴത്തത് ആരാ? തുഹിൻ കാന്ത പാണ്ഡെയാണ്, 11ാമത്തെ വ്യക്തിയാണ്. അതേപോലെ തന്നെ 10ാമത്തെ വ്യക്തി ആരായിരുന്നു? മാധവി പുരി ബച്ചാണ്. എന്താണ് മാധവി പുരി ബച്ചിന്റെ പ്രത്യേകത? സെബി ചെയർമാനായ ഏക വനിത അല്ലെങ്കിൽ ആദ്യത്തെ വനിത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചെയർപേഴ്സൺ ആണ് ആര്? മാധവി പുരി ബച്ച് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെബി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും PSC ചോദിച്ചിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ? അപ്പം സെബി എന്ന് പറയുന്ന സ്ഥാപനം രൂപം കൊണ്ടത്, അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടിയ വർഷം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിലെ അതായത് ഷെയർ മാർക്കറ്റുകളെയും അതായത് ഓഹരി വിപണികളെയും അതേപോലെ തന്നെ മൂലധന വിപണി ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കുക, അതിനെ സഹായിക്കുക, അതാണ് മെയിനായിട്ട് സെബിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സെബിക്ക് ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദി വാച്ച് ഡോഗ് ഓഫ് ദി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ, അല്ലെ? ഇന്ത്യയിലെ മൂലധന വിപണിയുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ കാവൽ നായ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? നമ്മുടെ സെബിയെയാണ്, അല്ലെ? സെബിയാണ്. 7ാം പദ്ധതി കാലത്താണ് GS പട്ടേൽ കമ്മിറ്റി പ്രകാരമാണ് സെബി രൂപീകൃതമായത്. 7ാം പദ്ധതി കാലം എന്ന 1985-90 കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. മുംബൈ കൂടാതെ 4 പ്രാദേശിക ആസ്ഥാനങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഉത്തരമേഖലാ ആസ്ഥാനം ഡൽഹി, ദക്ഷിണ മേഖലാ ആസ്ഥാനം ചെന്നൈ, പൂർവ്വമേഖലാ ആസ്ഥാനം കൊൽക്കത്ത, പശ്ചിമ മേഖലാ ആസ്ഥാനം ഏതാണ്? അഹമ്മദാബാദ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, അല്ലെ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെബി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത്. PSC സ്ഥിരമായിട്ട് സെബി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന്, എക്കണോമിക്സിലെ സെബി എന്ന് പറയുന്ന ഭാഗത്തു നിന്നും സ്ഥിരം ചോദിച്ചിട്ടുള്ള കുറേ പാറ്റേൺ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഫാക്ട്സുമാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് കാണുക. അതേപോലെ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അഭിപ്രായങ്ങളും അറിയിക്കണം. അഡീഷണൽ ആയിട്ട് പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതി എടുക്കണം, കൃത്യമായിട്ട് പഠിക്കണം, അല്ലേ? അപ്പം അതേപോലെ തന്നെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആ ഒരു ടോപ്പിക് അവിടെ നമ്മൾ നിർത്തുകയാണ്. അതേപോലെ തന്നെ നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ ബിവറേജ് കോർപ്പറേഷൻ, LDC, അപ്പോൾ ഇവയ്ക്കൊക്കെ വേണ്ടി ഒരു പുതിയ ബാച്ച് പുതിയ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. ആ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ബിവറേജ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ LD വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ക്ലാസ് ആണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ക്ലാസ് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക, വിളിക്കുക, നിങ്ങളുടെ ക്ലാസ്സുകൾ ഉറപ്പാക്കുക. അതേപോലെ ഇന്നത്തെ സെബി എന്ന് പറയുന്ന ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കമൻറ്റുകളും മറ്റും അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നോട്ട് പോയിന്റുകൾ, അഡീഷണൽ പോയിന്റുകൾ എഴുതി എടുത്തത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, നന്ദി.